കേൾക്കുന്ന ഒരു വുമൻ പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. എല്ലാവർക്കും അങ്ങനെ ഏറ്റവും എനിക്ക് എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ എല്ലാവർക്കും യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് നല്ലതായിരുന്നു. നല്ല കുറെ കാസ്റ്റും ഈ പറയുന്ന ആൾക്കാർ കൂടെ നമുക്ക് അത് നന്നായി തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, എല്ലാ സിനിമകൾക്കൊക്കെ ഉള്ള പോലത്തെ കഥയൊക്കെ തന്നെയാണ്. അതിന് വലിയ ഭയങ്കരമായിട്ട് മാറ്റേണ്ടതെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീലുണ്ടാക്കുന്ന ക്യാരക്ടറിൻ്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിൻ്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ ഫെമിനോട് ഇതൊരു ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടാവും, പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എൻ്റെ ക്യാരക്ടറിന്റെ ആർക്ക് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. പുരുഷന്മാർ സുരക്ഷിതരല്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വ്യക്തിമാകപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. നമ്മൾ കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണെന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആദ്യം സേഫ് അല്ലെന്ന് പറയാം. അറിയത്തില്ല, പിന്നീടാണ് തെറ്റൊന്നുമില്ല എന്നറിയുന്നത്. പക്ഷെ അത്രയും നാളും അനുഭവിച്ചിരുന്ന അയാളുടെ പുസ്തകം, അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്ക് ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷെ
പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമം മാറ്റിയതൊക്കെ വരുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ല. സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കഥ എഴുതിയപ്പോൾ ഈ ഇപ്പൊ നിൽക്കുന്ന ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണല്ലോ നമ്മൾ നോക്കുക. അതിനാണ് നിങ്ങൾ ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി. അതെ അല്ല, ഇത് എന്താ പറയുന്നത്, എന്താ പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. പെണ്ണ് കേസ് എന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു കുറെ പേര് ചതിച്ചെന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് സിനിമ കണ്ട ശേഷമാണ് അതിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏത് പക്ഷത്താണ് നിന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് നിന്നില്ല. ഇന്ന സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷപക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നതല്ല. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരവെന്നുള്ളത്. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഭൂരിപക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? അതിപ്പം ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നുള്ളൂ. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകളോട് ഉണ്ടാകരുതെന്ന് പറയുന്നു. അങ്ങനെ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലലി സ്ത്രീകളുടെ അതും കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അപ്പോൾ അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാൻ തോന്നുന്നു. അത് അതെ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കണമല്ലോ. കാരണം ഒരു ഇൻഡസ്ട്രി മെയിൽ ഡോമിനന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവ് കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ അങ്ങനത്തെ വേർഷൻ ഓഫ് സ്ത്രീകളെ നിങ്ങൾ കണ്ടു. അങ്ങനെ അല്ലാത്ത സ്ത്രീകളുണ്ട്, അവരെയും കൂടെ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായി കൂടാ എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകൾ വയലൻസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ തിയേറ്ററിൽ വിജയം ഉള്ള സിനിമകൾ ആസ്വദിക്കുന്ന പ്രേക്ഷകർ
ആസ്വദിക്കുന്നുണ്ട് ആ സിനിമകൾ. പക്ഷേ ഒരു ഇതേ ഉദാഹരണം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര വയലൻസ് കഥാപാത്രങ്ങളെ കഥാപാത്രമാകുന്നത്, സ്ത്രീയെ ഇങ്ങനെ ആക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ വയലൻസുള്ള സ്ത്രീകൾ കാണിക്കരുത് എന്നുള്ളവർ പറയുന്നുണ്ടാവില്ല. നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റിനെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ, അതിപ്പോ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ അവരുടെ നായകനുണ്ടാവും, പ്രതിനായകനുണ്ടാവും, അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ഉണ്ടാവും. ചിലത് സിറ്റുവേഷൻസ് ആയിരിക്കാം, പിന്നെ അല്ലെങ്കിൽ ചിലത് ഒരാളായിരിക്കാം. അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളത് കുറെ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിലൊരു കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് എത്തിപ്പെടുമായിരിക്കും, കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. കാരണം കഥ നമ്മുടെ എനിക്ക് കഥ തന്നെയായിരിക്കും, അത് തന്നെയാണ് സ്ക്രിപ്റ്റ് തന്നെയാണ് എൻ്റെ ഫലം. ഞാനൊരു മറ്റൊരു കഥ കുറച്ച് ചെയ്തതൊന്നുമല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. കോമഡി പടമല്ല, ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്റെ പ്രശ്നങ്ങൾ എന്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, കുറച്ച് കോമഡി സീക്വൻസുകളുണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈനർ സിനിമയാണ്, കോമഡി സിനിമയല്ല. മൾട്ടിപ്പിൾ കല്യാണം കഴിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടില്ല. റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവർ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പറ്റിച്ചു പോകുന്നാരെയും, നമ്മൾ കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്നാരെയും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൊതുവെ ഇപ്പം സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ സംഘടനകളിൽ സിനിമയെ കഴിയുമ്പോൾ വരാറുണ്ട്. അത് പക്ഷേ എല്ലാ പടങ്ങളും കുറച്ച് പടങ്ങൾ മാത്രമേ വരാറുള്ളൂ. ഇത് പറയുമ്പോൾ പേരിൽ തന്നെ പെണ്ണ് കേസ്, പിന്നെ അല്ലെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പടമേ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാലും നേരിടാൻ തയ്യാറാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, ഇതിപ്പോ നമ്മളൊരു സമൂഹത്തിനൊരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടല്ല നമ്മളിതിനെ കളിച്ചത്. ഒരു എന്റർടൈനർ പർപ്പസ് സിനിമയാണ്. നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശവും അങ്ങനെയില്ല.
ന്യായീകരിക്കാവുന്ന ഒരു കാരണം ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പേഴ്സണൽ ലൈഫിൽ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനത്തെ. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണോ അതോ കംപ്ലീറ്റ്ലി ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണോ? ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഉത്തരം പറയാൻ പറ്റിയ എന്തിനായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തില്. അപ്പോ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ ആ ബോഡി ലാംഗ്വേജ് ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. ആ യൂണിഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്. അതിൽ നിന്ന് ഹ്യൂമർ ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്. അല്ല, ഞാനിതൊരു പടം കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പൊ ഇതെങ്ങനെ വന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്ററാണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത് 4 കാലേ വീഴുമോ എന്നുള്ളത് ഓഡിയൻസാണ് പറയുന്നത്. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മെൻറ്റോർ ആ രീതിയിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മീശയാണ്. ആദ്യം മീശയിലേക്കാണ് ശ്രദ്ധ പറയുന്നത്. അപ്പം എത്രത്തോളം ഇത് വെറൈറ്റി കൊണ്ടുവരാനെ കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പോ പോലീസുകാർക്ക് താടി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ താടി ഒബ്വിയസ്ലി നമ്മൾ ഷേവ് ചെയ്ത് കളയണമല്ലോ. പിന്നെ ഇത് ഇയാൾ ഇതിനകത്ത് CA ആണ്. എന്നെക്കാളും എന്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫെമിനായിരുന്ന നിർബന്ധമായിരുന്നു. ഇത് വേണം, ഈ ഒരു ലുക്ക് വേണം എന്നുള്ളത്. അങ്ങനെ കൊടുത്താണ്. തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷമാണ് പേരിട്ടത്. ആദ്യം സാധാരണ തോന്നണ്ടേ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്ത എഴുത്ത് തുടങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പ്രദേശത്തിന്റെ പേര് വന്നത്. ആലോചനയിൽ കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, കോമഡി അതിപ്പോ നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഇത്ര വലിയ സംഭവങ്ങളൊക്കെ കോമഡി കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പട്ടിണിയായാലും ഇപ്പം ഈ സന്ദേശ സിനിമയൊക്കെ സീരിയസ് ആണ്, സബ്ജക്ട് വരെ സീരിയസ് ആണ്. പക്ഷെ അത് നമുക്കുള്ളത് കോമഡിയാണ്. ഇത് ബേസിക്കലി ഒരു പെൺകുട്ടി നടത്തുന്ന വിവാഹ തട്ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കിത് കോമഡി കൂടെ തന്നെ പറയാം എന്നുള്ള രീതിയാണ്. കല്യാണങ്ങൾ പല സ്ഥലത്താണ് അവർ കഴിക്കുന്നതെങ്കിലും അത് ഫിസിക്കലി എല്ലാ സ്ഥലത്തും പ്രസന്റ് ആകാൻ പറ്റില്ലെങ്കിലും ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ ആളുകൾ. അതായത് ഒപ്പമുള്ള പാർട്ട്ണറിന് അവരുടെ ഒരു മീറ്ററിനനുസരിച്ച് അവർ അവൈലബിൾ ആയിരിക്കുന്നുള്ളത്. അതായത് ദേഷ്യക്കാരുടെ അടുത്താണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളെ കുറച്ച് കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവരിങ്ങനെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അതൊരു കോൺ ആർട്ടിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു മീറ്ററുണ്ടോ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. ഇത് ബേസിക്കലി കല്യാണം കഴിക്കാൻ പറ്റിക്കാൻ, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിയുന്നത് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അതിലേക്കുള്ള ട്രാക്കിൽ ഉണ്ട്. പക്ഷെ ഇങ്ങനല്ലേ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോൾ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ് നല്ലതാണ്. അപ്പൊ അതിൽ ഈ
പറയുന്ന പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാർ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ ഫോൺ ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴേ സ്നേഹം എത്ര ബുദ്ധി ഉണ്ടെങ്കിലും ഒരാളെ മണ്ടനാക്കും ഇങ്ങനെ തിരിച്ചുള്ള കിട്ടിയ അത് എന്നെയാണോ ഉദ്ദേശിച്ചത്? എന്റെ ക്യാരക്ടർ സാധാരണ ബുദ്ധിയുള്ള സംസാരിക്കുക ഹെഡ് മാസ്റ്റർ ഞാൻ ഹെഡ് മാസ്റ്റർ പോലീസല്ല, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. അപ്പൊ ഒരു പൊളിറ്റീഷ്യന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ തകരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ കടന്നു പോകുന്നതാണ്. അയാൾ പെണ്ണ് കെയർ ചെയ്യുന്നുണ്ടോ? കെയർ ചെയ്യുന്നത് വെച്ചാൽ ഉണ്ടോ അറിയില്ലല്ലോ. ഇയാൾക്ക് ഉണ്ടാവുന്നതാണ്, ഇയാൾ മുഖേന ഉണ്ടാവുന്ന പ്രശ്നമല്ലല്ലോ. ഇയാൾക്ക് ഉണ്ടാവുന്ന ഒരു പെണ്ണ് കേസാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമില്ല, അതായത് യാതൊരു ബന്ധമില്ല. ജനനായകൻ സിനിമയുടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇന്നിറങ്ങാൻ ഇന്ന് മറ്റുള്ള സിനിമകളെയാണെന്ന് തോന്നുന്നു. പെണ്ണ് കേസിലെ ജനനായകൻ പോസ്റ്റ്പോൺ ചെയ്തിടത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? ഞങ്ങൾ ആക്ച്വലി 14-ാം തീയതി ബാക്കി അതിനൊരു അവസരം കിട്ടിയപ്പോൾ നല്ല അവസരം കിട്ടിയപ്പോൾ ചാടി വന്നു തുടങ്ങി. ഒരുപാട് ആളുകളെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും ഇതിന്റെ കഥാപാത്രമാണ് സിനിമ കണ്ടാ അറിയാം. അല്ല നമ്മളിപ്പം ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് വരുന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെയാണ് ആൾക്കാരോടുള്ള അറ്റാച്ച്മെന്റ് എന്നുള്ളതൊക്കെ. ഒരു ക്യാരക്ടർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നോർമലി എല്ലാം പറയാറുള്ളതാണ് ഒരു ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഒരാൾ സീരിയൽ കില്ലിംഗ് ആണ്, ഒരാൾ എന്തിനാണ് കൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി കൊല്ലും എന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കാരണം കൊണ്ട് കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റീസൺ ഒരു ക്യാരക്ടർ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ചില ക്യാരക്ടറിന് നിർബന്ധമുണ്ട്. ഷിഗലയുടെ പെർസ്പെക്റ്റീവിൽ ഒരു കഥാപാത്രം കിട്ടുവാണ്, കഥാപാത്രത്തിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ അതിൽ പോയി പോവാൻ എനിക്ക് തോന്നി എങ്ങനെ ചെയ്യുന്ന ഒരു മോഡാണ്. ഇപ്പൊ ഇൻ കേസ് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പം എല്ലാ സിനിമകളിലെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവിൽ പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ അടുത്തോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും അവർ അതിപ്പം സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പം നമ്മളെ എല്ലാം കാണിക്കാനുള്ള അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറിന് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാറുണ്ട്. സിനിമകളുടെ സ്വാതന്ത്ര്യം കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെ സിനിമ ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പൊ കഥാപാത്രത്തിന്റെ പേര് പോലും സൂക്ഷിച്ച് നോക്കി കണ്ടുവിടുക എന്നുള്ളത് റൈറ്ററുടെ സ്വാതന്ത്ര്യമാണ്, ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. എന്റെ കഥാപാത്രം എങ്ങനെയായിരിക്കണം, അത് എന്താണ് അയാളുടെ പേര്, അയാളുടെ സ്വഭാവം എന്താണെന്ന് തീരുമാനിക്കുന്നത് അവരുടെ സ്ഥിരമായ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് മൂന്നാമതൊരാൾ എവിടെ വരുന്നിട്ട് കൺട്രോൾ ചെയ്ത് കഴിയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്നത് തുല്യമാണ്. ശരിക്കും ആ സ്വാതന്ത്ര്യം ശരിക്കും നഷ്ടപ്പെടാൻ കഴിയുന്നു. അല്ല, അതിനകത്തിപ്പം അഭിപ്രായം പറയേണ്ടത് അത് എൻ്റെ എഴുത്തുകാരനും ഡയറക്ടറും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവർക്കാണ് അതിൻ്റെ ഒരു ഫുൾ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയായിരിക്കും. അപ്പം അവരുടെ അഭിപ്രായമാണ് അതിനകത്ത് കേൾക്കേണ്ടത് എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമതൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നത് ബുദ്ധിമുട്ടാണ് ആയിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ചർച്ചയായതാണ് ഒരു ബീഫ് ബിരിയാണി അടുത്ത ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ഒരു കഥാപാത്രം ചിലപ്പോൾ അങ്ങനെ പോകുന്നില്ല, മനുഷ്യരായതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. അതിനെ പോലും ഒരു രാജി എത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ന കഥാപാത്രത്തിന്റെ പേരിൽ
ഇമോഷണലി കണക്ട് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. അല്ലാത്തൊരു സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. ചോദ്യം സത്യം പറയാൻ കേട്ടിട്ടില്ല. അതായത് ഇപ്പോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റർ ആൻഡ് ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. അതിന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അതിന്റെ കഥ എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻസ് എന്താണ്, ആ കഥാപാത്രങ്ങൾ ഏതൊക്കെ സാഹചര്യം തോന്നണം എന്നൊക്കെ ഉള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് മൂന്നാമതൊരാൾ ഇരുന്നിട്ട് അത് കട്ട് ചെയ്യണം, അത് മോശമാണ്, ഈ സീനിൽ അത് വേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്യണം, ചെറിയ കാര്യങ്ങൾ ആരും നോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പേര്, ഒരു രാത്രി, ഒരു ഭക്ഷണം അങ്ങനെയൊക്കെ താങ്കൾക്ക് ഒരു കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാളാണ് ഇത് സിനിമ എന്നുള്ള മേഖല നിയന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ട്. എന്റെ ആൾക്കാരെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ആരോ നിയന്ത്രിക്കുന്ന തുല്യമല്ല. ഇപ്പൊ ഞാൻ ചെയ്തൊരു പടം മനുഷ്യ എന്നാണ് പടത്തിന്റെ പേര്. വെട്രിമാനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത്, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത് 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവര് കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും 34ആയി, 14ആയി, 10ആയി, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം കോടതി കയറി ഇറങ്ങി. അവസാനം ജഡ്ജി പടം കാണാണ്ട് വന്നു. ജഡ്ജി പടം കണ്ടുകൊണ്ടിരുന്നത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കെട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവുമല്ലോ. സെൻസർ ബോർഡ് പറയുന്ന സ്ഥലത്ത് വേണം, അവർക്ക് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അവർ നോക്കേണ്ടത്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് എൻ്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസിന് തരും. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അത് അവർ ചെയ്യുന്ന അവരുടെ ജോലിയായിരിക്കും. അല്ല അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ പ്രശ്നം അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ എന്നെ ഫോർമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട്, ഇവരുടെ അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്നും ചെയ്യാനില്ല. എന്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര അൺഅപ്പോളജറ്റിക്കൽ ആയിരിക്കണം എന്നെനിക്ക് തോന്നലുണ്ട്. മൂവി മേക്കിംഗ്, സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസ് എല്ലാ തരത്തിലുള്ളതും അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്. അതുകൊണ്ടായി വേറെ എന്താ ഒരു പ്രേക്ഷകരെ സംബന്ധിച്ച് ടിക്കറ്റ് എടുക്കുന്ന കാശിന് വെറുത്തായിട്ട് തിരിച്ചിറങ്ങി രണ്ടാമതൊരാളെ വിളിച്ചിട്ട് അലയായി പടം കാണാൻ കേട്ടോ, ഒരു ഫാമിലി ആയിട്ട് പോകാൻ കേട്ടോ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് സമമായ ഒരു സിനിമയാണ്. ഇപ്പോൾ പ്രേക്ഷകർ അത്രയും കൂടുതൽ ഹൗസ്ഫുള്ളായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. തിയേറ്ററിൽ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സിനിമകളുണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് ആരുടെ ഓവറിനെ നിന്ന് അയ്യോ ഇങ്ങനെ കൂടുതൽ ഇറങ്ങുന്ന സിനിമകളുണ്ട്. പെണ്ണ് കേസ് ഇങ്ങനെയുള്ള ഒരു റിസൾട്ട് ആയിരിക്കും പ്രേക്ഷകർ ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ സബ്ജക്റ്റ് അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നൊരു മോഡായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹാപ്പി മോഡിൽ ഇടന്ന് നമുക്ക് പാട്ടായിട്ട് പോകാം എന്ന് പറയുന്ന ടൈപ്പ് മോഡിൽ. ബേസിക്കലി ഞാനൊരു എന്താ പറയുക ഭയങ്കര വയലൻസിന്റെ സിനിമകളുടെ ഫാനല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമാണെന്നല്ല, അങ്ങനത്തെ സിനിമകളുടെ ഫാനല്ല. ഇപ്പൊ റീസെന്റ് ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസിന്റെ പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ തരുന്ന ഒരു പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ആണത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഒരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം സിറ്റുവേഷനാണ്.
കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ വയലൻസ് മൂവി കണ്ടിറങ്ങി വരുന്ന ഒരു മൂടായിരിക്കില്ല ഈ പടം കണ്ടിറങ്ങി വരുന്നത്. ചോദിച്ചിട്ട് നിങ്ങൾക്കെല്ലാം ചിരി വരുന്നില്ലേ? ചോദിച്ചിട്ട് ചിരിക്കുക. അപ്പൊ അതൊന്നുമില്ല. ഇതിനകത്ത് നിഖിലയുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസിലൂടെ നിഖില കടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം നമുക്കൊരു കളിയായിട്ട് തോന്നാം, അതുപോലെ തന്നെ വേറെ ഭയങ്കര ഡെപ്തുള്ള ഇമോഷൻസിലൂടെ നിഖിലയുടെ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നിഖിലയുടെ ക്യാരക്ടർ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴേ ഈ റൊമാൻസ് ആണുങ്ങളുടെ ഒരു സൈഡിലേക്ക് ആണ് ഒരു മെയിൽ ആക്ടർ റൊമാൻസ് ചെയ്തു. ഇതിനൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയും. ഒരു ഫീമെയിൽ ആക്ടറിനെ പറ്റി അങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് കേട്ടിട്ട് ഒരു നടി നന്നായിട്ട് റൊമാൻസ് ചെയ്തുള്ള കമന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ബഹുമതി പോലെ ഒന്നും കൊടുക്കുന്ന കണ്ടില്ല. അത് അതിനപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഒരു പടത്തിലൊരു നായകൻ ഒരു 3 പെൺപിള്ളേരൊക്കെ പ്രേമിക്കുന്നത് ഒരു ഭയങ്കര മാച്ചോ കാര്യമൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്ത സിനിമകളുണ്ട്. തമിഴിലെ തീരാതെ മലയാളത്തിലൊക്കെ ഉണ്ട്. മുകേഷ് ഏട്ടനൊക്കെ അങ്ങനത്തെ റോളുകളുണ്ട്. പക്ഷെ ഇത് ഒരേ സമയം പല പുരുഷന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീ അങ്ങനെയല്ല പോർട്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യലും അല്ലെങ്കിൽ അതിലും ഒരു ഫണ്ടുണ്ട്. സ്ത്രീകളുടെ സൈഡിലും പല പുരുഷന്മാരെ പ്രേമിക്കുന്ന ഒരു ഫണ്ടുണ്ട്. ഇപ്പം മധുരമനോഹരമായ ആംഗിളുണ്ട്. അതിനെ കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ സൈസ് ചെയ്ത് പെണ്ണുകത്തിൽ കാണിക്കും. ഉണ്ടാവാം. ഞാൻ പറയാം അങ്ങനെ മറ്റേ മാച്ചോ വുമൺ അങ്ങനത്തെ ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ പറഞ്ഞില്ലേ, അതിന് നമ്മൾ കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതായി പോയി അങ്ങനെയല്ല. കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്നലെ ഞാൻ ഏതോ ഇന്റർവ്യൂവിന്റെ ഇതിന്റെ കണ്ടു. അതായത് അത് ഇതൊക്കെ ഒരു തൊഴിലാണെന്നാണ് പറയുന്നത്. അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ കള്ളൻ എന്ന് പറയുന്നത്, ഒരു മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മളതിന് അതൊക്കെ ഒരു തൊഴിലാണെന്ന് വെച്ചാൽ അതും തൊഴിലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ തൊഴിലാണ്. ഓൺലൈൻ മീഡിയ പറയുന്നത് അവർ തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പം എന്താ പറയാ, അതൊരു നല്ല കാര്യമല്ലാന്ന് തോന്നിയാൽ പോലും അവർ ചെയ്യുന്നത് അവർക്ക് തൊഴിലാണ്. അപ്പം അല്ലേ, അപ്പൊ അവര് ചെയ്യുന്ന കാര്യം അവർക്ക് തൊഴിലായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തൊഴിലാണ്. ഇതിനെയും അങ്ങനെ അങ്ങനെ അതൊരു തൊഴിലായി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നതാണ് 100% പ്രൊഫഷണൽ. കല്യാണം കഴിക്കുന്നതാണ് ആര് ചോദിച്ചത്? നിനക്കെന്താ തോന്നണം? അപ്പൊ അതന്നെ, നിനക്കെന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രേ. പെണ്ണുകേസിലെ കല്യാണ തട്ടിപ്പാണ് കണ്ടത്. എത്ര നേരം ഞാൻ അതല്ലേ പറയുന്നത്. ട്രെയിലറിലും ഉണ്ട് കല്യാണ തട്ടിപ്പ് നടത്തി പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. മലയാളത്തിൽ വേറെ വാഴയുണ്ട്, അതുകൊണ്ട് നമുക്ക് വാഴയും. എങ്ങനത്തെ ക്യാരക്ടറാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് വാഴയെ പോലത്തെ ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടറാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടങ്ങളാണോ പ്രതീക്ഷിക്കുന്നത്? ഇത്തരത്തിലുള്ള ക്യാരക്ടറാണെങ്കിൽ നമുക്ക് അതല്ലാതെ തമിഴ് മാത്രമല്ല അതല്ലാതെ ഇങ്ങനത്തെയാണ്. ഇല്ല, അങ്ങനെയല്ല. അപ്പൊ അതല്ല, ഇപ്പൊ ഞാൻ തമിഴാണ് മലയാളം കഴിഞ്ഞാൽ ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. തമിഴില് എനിക്കിങ്ങനെ ഭയങ്കര റഷില്ല, ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നുള്ളതല്ല. ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാന്നുള്ളതല്ല. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുക. ഇപ്പൊ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും അപ്രിസിയേഷൻ വരുന്നത്. മറ്റേതിലൊക്കെ ചിലപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ തോന്നാം. പെണ്ണ് കേസിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ
സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. നല്ലത് മാത്രം കാണിച്ചാൽ അല്ല, എല്ലാ ഇതും നമ്മൾ അറിയണം എന്നുള്ളതിൻ്റെ ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതിലെന്താണ് പുതിയതായിട്ടെന്ന് ചോദിച്ചാൽ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല ഇതിനു മുന്നേ. നല്ലതായിരുന്നു, എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവസാനമായി പ്രേക്ഷകരോട് കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ്? പ്രേക്ഷകരോട് തിയേറ്ററിൽ വന്ന് കാണാം. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും, നല്ല സിനിമ ആയിരിക്കും. പ്രജ്ഞ പറയാം, കണ്ടിട്ടുണ്ട്. താങ്ക് യു.